നമുക്ക് മാന്തയാണ് കേട്ടോ കിട്ടിയത്, ചെറിയ മാന്തയാണേ. അപ്പോൾ അത് നമുക്ക് തോല് പൊളിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ നോക്കുകയാണെങ്കിൽ അതിലൊന്ന് മാന്തയാണ് കേട്ടോ. ഇത് പൊരിച്ചാലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ മുളക് ഇട്ടാൽ. അപ്പോൾ നമുക്കിത് തോല് പൊളിച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ മാന്തേൻ്റെ തോല് ഇവിടെ ഇതാ കഴുത്തിൻ്റെ അവിടെ ഒന്ന് കത്തി വെച്ചെടുക്കുക. അപ്പോൾ ഈ തോല് ഇങ്ങോട്ട് പറഞ്ഞിട്ടു. ഇനി അത് ഇത്രയേ ഉള്ളൂ മുറിക്കാൻ. പിന്നെ അതാ വാല് മുറിച്ചെടുക്കുക. ആദ്യം തന്നെ നമുക്ക് മാന്ത എടുത്തിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ ഇവിടെ കത്തിയൊന്ന് മെല്ലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് തോല് ഇങ്ങോട്ട് ചൊരഞ്ഞെടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മുറിച്ച് കൊടുത്താൽ ഈ അടിയത്തെ തോല് മുറിയരുത്. തോലിന് വരെ ഒന്ന് കത്തി വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ഇത് നമുക്ക് വാല് മുറിച്ചെടുത്താൽ മാന്ത മുറിച്ച് നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മൾ മാന്ത മുറിച്ച് കഴിഞ്ഞിട്ടോ. അതിലൊരു 3-4 കോര മീനും പാടെ ഉണ്ടായിരുന്നു, അത് മുറിച്ച്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകാം. അപ്പോൾ അത് മീനൊക്കെ നന്നായിട്ട് മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഇതധികം ചോരയൊന്നും ഇല്ലാത്ത മീനാണ്. അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാം. മറ്റേത് വേറെ മീനൊക്കെ ആണെങ്കിൽ കഴുകി കുറേ ചോര ഉണ്ടാവും, തോനെ പ്രാവശ്യം കഴുകേണ്ടി വരും. പിന്നെ ഞാൻ മീൻ കഴുകിയ വെള്ളം പുറത്തേക്കൊന്നും അങ്ങനെ വേസ്റ്റിലേക്ക് ഒഴിക്കാറില്ല കേട്ടോ. ഞാൻ ഈ പച്ചക്കറീൻ്റെ ചോട്ടിലൊക്കെ ഒഴിക്കും. തക്കാളി, വെണ്ട, പച്ചമുളക്, അങ്ങനെ വഴുതിന, അങ്ങനെയുള്ള ചെടിയുടെ ചോട്ടിലൊക്കെ ഒഴിക്കും. അങ്ങനെ ചെടിയുടെ ചോട്ടിൽ ഒഴിക്കുമ്പം നന്നായിട്ട് പച്ചക്കറികളൊക്കെ കായ പിടിക്കും. പിന്നെ ചെടികളൊക്കെ നല്ല കരുത്തോടെ വളരും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഞാൻ പച്ചക്കറിയുടെ ചോട്ടിലൊക്കെ ഇങ്ങനെ ഒഴിച്ചപ്പോൾ ഈ മീൻ കഴുകിയ വെള്ളത്തിനെക്കാട്ടും ഉത്തമം ഇറച്ചി കഴുകിയ വെള്ളമാണ് കേട്ടോ. അതാകുമ്പോൾ നന്നായിട്ട് അതിന് റിസൾട്ട് കാണും. കുറച്ചെടുത്ത് പൊരിക്കണം, ബാക്കി എടുത്ത് കറിയും വെക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.